ഡിസൈൻ പ്രിൻസിപ്പിൾസിനെയും തിയറീസിനെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട 5 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാ പ്രിൻസിപ്പിൾസും തിയറീസിനെയും കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ ഷോർട്ട് വീഡിയോസ് മതിയാവില്ല. അത് ആവശ്യമെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത് വീഡിയോ ഒരു യൂട്യൂബ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. 5 എണ്ണം ഇതിലും, ബാക്കിയുള്ളത് തുടർന്ന് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്ന് പറയുന്നതിൽ 5-ൽ 1 ബാലൻസ് ആണ്. ഡിസൈൻ എലമെന്റ്സുകളുടെ വിഷ്വൽ വെയ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ബാലൻസ്. പ്രധാനമായും 3 ബാലൻസ് ഉണ്ട്: സിമെട്രിക്കൽ ബാലൻസ്, അസിമെട്രിക്കൽ ബാലൻസ്, റേഡിയൽ ബാലൻസ്. അടുത്തത് കോൺട്രാസ്റ്റ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 എലമെന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് സൈസ് കൊണ്ടാവാം, കളർ കൊണ്ടാവാം, സ്പേസിങ് ഉണ്ടാവും, എന്തുകൊണ്ടാവാം, അത് ഒന്നിന് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വ്യത്യാസമാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എംഫസിസ് ആണ്. അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈനിൽ സെറ്റ് ചെയ്യുന്ന ഫോക്കൽ പോയിന്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഡിസൈനകത്ത് ഒരു ഫോക്കൽ പോയിന്റ് നിർബന്ധമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ അത് ആരുടെ അറ്റൻഷൻ പിടിച്ചെടുക്കില്ല, ആ ഡിസൈൻ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഹൈറാർക്കിയാണ്. നമ്മൾ ഓഫീസുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു പൊസിഷൻസ് ഉണ്ടാവില്ല, CEO, മാനേജർ, അങ്ങനെ ഉള്ള പൊസിഷൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. നമ്മളുടെ കണ്ടന്റിനെയാണ് ഇത് ചെയ്യുന്നത് മാത്രം. ഏറ്റവും ആദ്യം നമ്മളുടെ ഓഡിയൻസ് വായിക്കേണ്ടത് ഏത്, പിന്നീട് ഏത്, ഏറ്റവും അവസാനം ഏത് എന്നുള്ളതിനെ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. നമ്മളുടെ ഡിസൈനിൻ്റെ ഗോൾ നേടിയെടുക്കുന്നതിൻ്റെ ക്രൂഷ്യൽ പാർട്ടാണ് ഹൈറാർക്കി. പിന്നെയുള്ളത് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ പ്രധാനമായിട്ടും കൺസിസ്റ്റൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ചില എലമെന്റ്സ്, നിറങ്ങൾ, ഫോണ്ട്, ടെക്സ്ചർ മുതലായ സാധനങ്ങൾ റിപ്പീറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഡിസൈൻ ഒരു യൂണിറ്റിയും ഹാർമണിയും ക്രിയേറ്റ് ചെയ്യാൻ റിപ്പീറ്റേഷൻ സഹായിക്കും. ഒരു ഷോർട്ട് വീഡിയോയിലൂടെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല ഇതിലുള്ളത്. പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ഹിൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കിയുള്ളവയെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.